പഹൽഗാം ഭീകരാക്രമണത്തിൽ തിരിച്ചടിച്ച് ഇന്ത്യ പാകിസ്ഥാനിലെയും പാക് അധീന കശ്മീരിലെയും ഭീകര കേന്ദ്രങ്ങളിലേക്കാണ് ആക്രമണം നടത്തിയത്. ഇന്ന് പുലർച്ചെ 1 മണിയോടെയാണ് ഇന്ത്യൻ സൈന്യം മിന്നലാക്രമണം നടത്തിയത്. 9 പാക് ഭീകര കേന്ദ്രങ്ങൾ ആക്രമിച്ചതായി കരസേന അറിയിച്ചു. അതിർത്തി പ്രദേശങ്ങളിൽ പാകിസ്ഥാൻ ഷെല്ലാക്രമണത്തിൽ 6 ഇന്ത്യൻ പൗരന്മാർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകൾ. ഇന്ത്യൻ തിരിച്ചടിയിൽ 12 ഭീകരർ കൊല്ലപ്പെട്ടതായും വിവരം. അതേസമയം ഏത് സാഹചര്യത്തെയും നേരിടാനും തയ്യാറാണെന്ന് ഇന്ത്യൻ സൈനിക വൃത്തങ്ങൾ പ്രതികരിച്ചു. ഇന്ത്യൻ വ്യോമസേന ശ്രീനഗർ വിമാനത്താവളത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തു. സ്വാതി ചേരുന്നു. സ്വാതി, 15ാമത്തെ ദിവസം പഹൽഗാം ആക്രമണം കഴിഞ്ഞ് 15ാമത്തെ ദിവസം രാത്രി 1:44 പാക് അധിനിവേശ കാശ്മീരിലെയും പാകിസ്ഥാനിലെ പഞ്ചാബിലെയും ഭീകര പരിശീലന കേന്ദ്രങ്ങൾ തകർത്തിരിക്കുന്നു. 9 കേന്ദ്രങ്ങളിലാണ് ഇന്ത്യ ആക്രമണം നടത്തിയത്. സ്വാതി. തീർച്ചയായും ഷമ്മി, ഇപ്പോൾ ഇന്ന് പുലർച്ചെ 1:44 കൂടിയാണ് ഇത്തരത്തിൽ ഭീകരവാദികളുടെ ഭീകര കേന്ദ്രങ്ങൾക്കു നേരെ ഒരു സംയുക്ത സേനയുടെ മിസൈൽ ആക്രമണം ഇന്ത്യൻ സേനയുടെ ഭാഗത്തു നിന്ന് സംയുക്തമായി നടത്തിയിട്ടുള്ളത്. അതിൻ്റെ വിശദാംശങ്ങൾ അടക്കം ആണ് ഇപ്പോൾ കഴിഞ്ഞ വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചത്. പ്രത്യേകിച്ചും ഭീകര കേന്ദ്രങ്ങൾ മാത്രം ഇങ്ങനെ ആക്രമണം നടത്തിയതിന് കൃത്യമായ ആസൂത്രണം ഇന്ത്യക്കുണ്ടായിരുന്നു. ലഷ്കർ ഇ തൊയ്ബ അടക്കമുള്ള ഭീകര സംഘടനകളുടെ സാന്നിധ്യവും അതോടൊപ്പം അവർക്ക് ഈ ഭീകരാക്രമണം പെഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട പങ്കടക്കം നേരത്തെ തന്നെ അന്വേഷണ ഏജൻസികൾ അടക്കം നൽകിയ വിവരത്തിന്റെ പശ്ചാത്തലത്തിലും അതോടൊപ്പം തന്നെ ഇന്റലിജൻസ് വിഭാഗം നൽകിയ അന്വേഷണത്തിലും ഒക്കെയും കണ്ടെത്തിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ആസൂത്രിതമായ ഒരു നീക്കം തന്നെയും സൈന്യത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. കൃത്യമായ വിവരങ്ങൾ ലഭിച്ചതിന്റെ ഭാഗമായി തന്നെയാണ് ഇത്തരത്തിലൊരു ആക്രമണം നടത്തിയത്. കൃത്യമായും 9 ഇടങ്ങളിലേക്ക് ആക്രമണം നടത്തുകയും 21 ഇടങ്ങളായിരുന്നു ലക്ഷ്യം വെച്ചിരുന്നത്. എന്നാൽ 9 ഇടങ്ങളിലേക്കാണ് ഭീകരരുടെ കേന്ദ്രത്തിൽ, അതായത് ഈ ലഷ്കർ ഇ തൊയ്ബ അടക്കമുള്ള ഭീകര സംഘടനകൾക്ക് പരിശീലനം നൽകുന്ന ഏറ്റവും സുപ്രധാന കേന്ദ്രങ്ങൾ നോക്കിക്കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ആക്രമണം നടത്തിയത്. ഈ ആക്രമണത്തിൽ കൃത്യമായ ആസൂത്രണം ഉണ്ടായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ വാർത്താ സമ്മേളനത്തിലടക്കം കൂട്ടിച്ചേർത്തിട്ടുള്ളത്. മാത്രമല്ല, മറ്റ് പല ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ഈ ജമ്മു കാശ്മീരിലടക്കം 4 പോലീസുകാർ കൊല്ലപ്പെട്ട കേസിൽ ഉൾപ്പെടെ ഉള്ള തീവ്രവാദികൾക്ക് ഈ കേന്ദ്രങ്ങളിൽ നിന്നാണ് പരിശീലനം ലഭിച്ചത് എന്നടക്കമുള്ള ഏറ്റവും സുപ്രധാന വിവരങ്ങൾ കൂടി വാർത്താ സമ്മേളനത്തിൽ പങ്കുവയ്ക്കുകയുണ്ടായി. മാത്രമല്ല, പാകിസ്ഥാൻ എല്ലാ കാലത്തും ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന രാഷ്ട്രമാണ്. UN-നെ അടക്കം, ഐക്യരാഷ്ട്രസഭയെ അടക്കം തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ ഈ ആക്രമണത്തിന് പിന്നാലെ തന്നെ പാകിസ്ഥാൻ നടത്തി. നിരവധിയായിട്ടുള്ള സെക്യൂരിറ്റി കൗൺസിൽ ഉൾപ്പെടെ മറ്റു രാജ്യങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള നീക്കം നിരന്തരമായി നടത്തി. വർഷങ്ങളായി ഈ ഭീകരരുടെ ഒരു അല്ലെങ്കിൽ ഒളിത്താവളം എന്ന നിലയിൽ തന്നെയാണ് പാകിസ്ഥാൻ പ്രവർത്തിക്കുന്നത് എന്നടക്കമുള്ള രൂക്ഷമായ വിമർശനം പാകിസ്ഥാനെതിരെ ഈ വാർത്താ സമ്മേളനത്തിൽ ഉന്നയിച്ചിരുന്നു. വിദേശകാര്യ സെക്രട്ടറി അടക്കം ഉന്നയിച്ചിരുന്നു. അതിൻ്റെയൊക്കെയും പശ്ചാത്തലത്തിൽ വിംഗ് കമാൻഡർമാർ ഉൾപ്പെടെയാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നൽകിയിട്ടുള്ളത്. സിവിലിയൻ അല്ലെങ്കിൽ അവിടുത്തെ സാധാരണ പൗരന്മാർക്ക് നേരെ ഒരു തരത്തിലുള്ള ആക്രമണവും നടത്തിയിട്ടില്ല. അത്തരത്തിലുള്ള പാകിസ്ഥാന്റെ വാദങ്ങളെല്ലാം പൂർണ്ണമായും തള്ളിക്കൊണ്ടാണ് ഈ വാർത്താ സമ്മേളനം പൂർത്തീകരിച്ചിട്ടുള്ളത്. മാത്രമല്ല, പാക് സൈനിക കേന്ദ്രങ്ങൾക്കു നേരെയും ആക്രമണം നടത്താൻ ഒരു ലക്ഷ്യമുണ്ടായിരുന്നില്ല. അത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടന്നിട്ടില്ല. പൂർണ്ണമായും ഈ ഭീകര കേന്ദ്രങ്ങൾ മാത്രമാണ് നടന്നിട്ടുള്ളത്. അതും ഉന്നതരായിട്ടുള്ള ഭീകരരുടെ കുടുംബം, അതോടൊപ്പം മസൂദ് അസർ ഉൾപ്പെടെയുള്ള ഭീകരർക്ക് കടുത്ത പ്രഹരം ഈ ഒരു ആക്രമണത്തിന് പിന്നാലെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഈ മസൂർ അസ്തറിന്റെ കുടുംബത്തിന് നേരെ അല്ലെങ്കിൽ ആ വീടിന് നേരെ ഒരു ആക്രമണം ഉണ്ടാകുന്നു എന്ന തരത്തിലേക്കുള്ള സൂചനകൾ കൂടി വരുന്നുണ്ട്. അത്തരത്തിൽ നിരവധിയായിട്ടുള്ള തീവ്രവാദ സംഘടനയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഉന്നതർക്ക് വലിയ പ്രഹരമാണ് ഇതോടെ ഏറ്റിട്ടുള്ളത്. മാത്രമല്ല, പൂഞ്ചിലടക്കം നേരത്തെ ഈ ആക്രമണങ്ങൾക്ക് നിർദ്ദേശം നൽകുകയും അതിനുവേണ്ടി പരിശീലനം നൽകുകയും ചെയ്തിട്ടുള്ള നിരവധി പേർക്ക് ഈ കേന്ദ്രങ്ങളാണ് കുറേ നാളുകളായി സഹായം നൽകുന്നത്. ബഹാവുൽപൂർ ഭീകര കേന്ദ്രം ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനമാണ്. അവിടെയാണ് അത്തരത്തിലുള്ളൊരു പ്രതികരണമാണ് കേണൽ ഖുറേഷി നടത്തിയിട്ടുള്ളത്. ആ ആസ്ഥാനം കേന്ദ്രീകരിച്ച് നടന്നിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഒക്കെയും വിശദാംശങ്ങൾ അവർ വിശദീകരിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ഗുൽപൂർ ഭീകര ക്യാമ്പുമായി ബന്ധപ്പെട്ട പൂഞ്ച് ആക്രമണം നടത്തിയതിന് പിന്നിൽ ഈ ഗുൽപൂർ ഭീകര ക്യാമ്പാണ്, അതിനാണ് ബന്ധമുള്ളത്. അതുകൊണ്ട് നിയന്ത്രണ രേഖയ്ക്ക് അടുത്ത് തന്നെയുള്ള ഏകദേശം 30 കിലോമീറ്റർ അകലെയാണ് ക്യാമ്പെങ്കിലും വളരെ എപ്പോഴും സ്വാധീനമുണ്ടാക്കാൻ കഴിയുന്ന, ഈ ഭീകരരുമായി നിരന്തരമായി ആശയവിനിമയം നടത്താൻ കഴിയുന്ന തരത്തിലേക്കാണ് ഈ ക്യാമ്പ് കേന്ദ്രീകരിച്ചിട്ടുള്ളത്. അത്തരത്തിൽ നിരവധിയായിട്ടുള്ള കേന്ദ്രങ്ങൾ അവരുടെ
പശ്ചാത്തലങ്ങൾ, നേരത്തെ ഭീകരാക്രമണം, മുംബൈ ഭീകരാക്രമണം ഉൾപ്പെടെ നടത്തിയിട്ടുള്ള തീവ്രവാദികൾക്ക് എല്ലാ തരത്തിലുള്ള സഹായവും ഈ കേന്ദ്രങ്ങൾ നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു ആക്രമണം നടത്തുമ്പോൾ കൃത്യമായ ലക്ഷ്യമുണ്ടായിരുന്നു എന്ന് പറഞ്ഞു വെക്കുകയായിരുന്നു വാർത്താ സമ്മേളനത്തിൽ. അതേസമയം തന്നെ ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര മന്ത്രിസഭാ യോഗം കൂടി ദില്ലിയിൽ പുരോഗമിക്കുന്ന സാഹചര്യമുണ്ട്. ഈ വാർത്താ സമ്മേളനത്തിൽ ഉണ്ടായിട്ടുള്ള പുരോഗതികൾ, ഈ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിട്ടുള്ള സുരക്ഷ സംബന്ധിച്ച, ഈ ആക്രമണം സംബന്ധിച്ച വിശദീകരണങ്ങളും ചർച്ചകളും കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിലും ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം തന്നെ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും വലിയ തരത്തിലുള്ള നടപടികൾ ഇപ്പോൾ ഉണ്ടാകുന്നു. 10ഓളം വരുന്ന സാധാരണക്കാരെ, ഇന്ത്യയിലെ സാധാരണ പൗരന്മാരെ കൊലപ്പെടുത്തിയെന്നുള്ള സൂചനകൾ തന്നെയാണ് ലഭിക്കുന്നത്. അതിൻ്റെയൊക്കെയും പശ്ചാത്തലത്തിൽ കൂടുതൽ സുരക്ഷാ വിന്യാസം ആ മേഖലയിൽ ഏർപ്പെടുത്താൻ വേണ്ടി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആളുകളെയൊക്കെയും അതിർത്തി പ്രദേശങ്ങളിൽ നിന്നും, അതായത് ഷെല്ലാക്രമണം തന്നെ തുടരുന്ന ഒരു സാഹചര്യത്തിൽ അതിർത്തി പ്രദേശങ്ങളിൽ നിന്നും സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരെ മാറ്റിപ്പാർപ്പിക്കുക, ബംഗറിലേക്ക് മാറ്റിപ്പാർപ്പിക്കുക ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലേക്ക് പോയിട്ടുണ്ട്. അതോടൊപ്പം നിരവധിയായിട്ടുള്ള സൈനിക വിന്യാസം, സൈനിക നടപടികൾ കൂടുതൽ ശക്തമാക്കാനുള്ള നിർദ്ദേശങ്ങളൊക്കെയും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നൽകിയിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതേസമയം ഈ ഭീകരവാദികളുമായി ബന്ധപ്പെട്ട പാക്കിന്റെ പങ്കുകൂടി വ്യക്തമാക്കിക്കൊണ്ടാണ് വിദേശകാര്യ സെക്രട്ടറി സംസാരിച്ചു പോകുന്നത്. പാകിസ്ഥാന് നിരന്തരമായി ഈ ലഷ്കർ ഇ തൊയ്ബ അടക്കമുള്ള ഭീകര സംഘടനകളുമായി പങ്കുണ്ടെന്നും അവരെ വളർത്തുന്നതിൽ കൃത്യമായ കുറെ കാലങ്ങളായി അവരെ വളർത്തുന്നതിൽ സഹായിക്കുന്നത് പാകിസ്ഥാനാണ് എന്നടക്കമുള്ള ഗുരുതരമായ പരാമർശങ്ങളും പാകിസ്ഥാനെതിരെ ഉയരുന്നുണ്ട്. എന്തായാലും പെഹൽഗാം ആക്രമണത്തിലുണ്ടായ കടുത്ത തിരിച്ചടി എന്ന നിലയിൽ തന്നെയാണ് ഈ ആക്രമണത്തെ സൈന്യവും അതോടൊപ്പം കേന്ദ്ര സർക്കാരും നോക്കി കാണുന്നത്. കൃത്യമായ ലക്ഷ്യത്തോടെയും ആസൂത്രണത്തോടെയും തന്നെയാണ് ഈ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടായത് എന്ന് തന്നെയാണ് പറഞ്ഞു വെക്കുന്നത്. അതേസമയം കനത്ത സുരക്ഷയിലേക്ക് പ്രത്യേകിച്ചും പാകിസ്ഥാൻ പ്രധാനമന്ത്രി അടക്കം ഈ ഒരു ആക്രമണം ഉണ്ടായതിന്റെ പശ്ചാത്തലത്തിൽ മുന്നറിയിപ്പുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഈ പാകിസ്ഥാനെ ആക്രമിച്ച നടപടിക്കെതിരെ കനത്ത തിരിച്ചടി ഉണ്ടാകും എന്നുള്ള മുന്നറിയിപ്പും ഭീഷണിയുമാണ് പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഉയരുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം പാകിസ്ഥാന്റെ നടപടികളെ ഏത് രീതിയിൽ കൈകാര്യം ചെയ്യണം എന്നുള്ളതിൽ കൃത്യമായൊരു ചർച്ചയും വിലയിരുത്തൽ ഉൾപ്പെടെ നടക്കുന്നുണ്ട്. പ്രധാനമന്ത്രി നേരിട്ട് തന്നെ ഈ മേധാവികളുമായൊക്കെയും ചർച്ച നടക്കുകയാണ്. ഓരോ നിമിഷത്തെയും സ്ഥിതി വിവരങ്ങൾ, ഈ ജമ്മു കാശ്മീർ ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങളിൽ നടക്കുന്ന സ്ഥിതി വിവരങ്ങൾ അപ്പോൾ അറിയിക്കുന്ന തരത്തിലേക്ക് മേധാവികളുമായി സ്ഥിരമായ ഒരു ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത്തരത്തിൽ വലിയ ഒരു സൈനിക സന്നാഹം അല്ലെങ്കിൽ വലിയ ശക്തമായ തിരിച്ചടികൾ ഇങ്ങോട്ടേക്ക് ഉണ്ടാകും എന്നുള്ള മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെ കൂടുതൽ നടപടികളിലേക്ക് തന്നെയാണ് കേന്ദ്ര സർക്കാരും സൈന്യവും പോകുന്നത്. ഷമി.